ഞങ്ങളൊരു 10-25 പേരുണ്ടായിരുന്ന വീട് ഒരു 100-300 പേര്. എനിക്ക് അത് ചെറിയൊരു വീട്, ഒരു ഓടിട്ട വീടാണ്. അപ്പം ഞാനല്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പത്തേനും പിന്നെ മണിച്ചേട്ടൻ വന്നു, ക്രൗഡായി, ഭയങ്കര പ്രശ്നമായി. അതായത് ഞാൻ എല്ലാവരും മൈക്ക് ഇതുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും നിങ്ങൾ ഇരിക്കുക, മണിച്ചേട്ടനെ ബുദ്ധിമുട്ടിക്കില്ലേ, മണിച്ചേട്ടൻ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. മണിച്ചേട്ടൻ വീട്ടിൽ പോയി അകത്തേക്ക് കയറി മമ്മിയായിട്ട് സംസാരിച്ച് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കണം, അപ്പോൾ വേണ്ട പിന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പാട്ട് തുടങ്ങി, ഗാനമേള തുടങ്ങി. മണിച്ചേട്ടൻ്റെ ഗാനമേള. ഞാനിങ്ങനെ എന്ത് ചെയ്യണം തരത്തില്ല. അപ്പം ഭയങ്കര ക്രൗഡും എല്ലാം കഴിഞ്ഞ് 9-10 മണി വരെ മണിച്ചേട്ടൻ വീട്ടിൽ നിന്ന് അടിച്ചങ്ങോട്ട് പൊളിച്ച് പരിപാടി നടത്തി. ഗാനമേള കുറേ പാട്ടൊക്കെ പാടി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പം ഞാൻ ആ സമയം കൊണ്ട് കോടഞ്ചേരിലൊരു ഹോട്ടലുണ്ട്, ആകെ ഒരു ഹോട്ടലുള്ള അവിടെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തുഷാര എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. ഞാൻ അവിടെ വിളിച്ചിട്ട് അവിടുത്തെ ഒരു മാനേജർ, നമ്മുടെ ചെമ്പോഴിലുള്ള ഒരു പുള്ളി മോഹൻ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, പുള്ളീനെ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഒരു 3-4 റൂം അങ്ങോട്ട്, ഞാൻ പറഞ്ഞു റൂം നോക്കി ബാക്കിയൊക്കെ വരുന്നിടത്ത് വേണം, ചേട്ടൻ എന്തായാലും ഇനി പോകില്ല, റൂം നോക്കി ഞാൻ പോകണില്ല, കല്യാണം കഴിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ റൂം ബുക്ക് ചെയ്തു. അവിടെ എന്തോ ഭാഗത്തും റൂമും ഉണ്ടായി. അവിടെ പിന്നെ വേറെ താമസക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ റൂം ബുക്ക് ചെയ്തു. ആ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മണിച്ചണ്ണി ഷോ തീരുന്നതിന് പറഞ്ഞു അപ്പോൾ നമുക്ക് നാളെ കല്യാണത്തിന് കാണാട്ടാ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞ് അത് ഈ ചെവിക്കൂടെ കേട്ട് നമ്മളങ്ങ് വിട്ടു. അങ്ങനെ പിറ്റേന്ന് അപ്പം ഞാൻ വയനാട്ടിലുള്ള അബൂഖാനെയും കോഴിക്കോട് നിന്ന് സുധീഷേട്ടനെയും ഒക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മണിച്ചേട്ടൻ വന്നതോടുകൂടി ഇവരെല്ലാവരും വരാൻ തുടങ്ങി. ഇവരെ പിന്നെ എറണാകുളത്ത് വരാമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരൊക്കെ കുറച്ച് പേര്, ആ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞാൻ പള്ളിയിൽ കയറി, പിറ്റേ ദിവസമായി രാവിലെ മണിച്ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ കല്യാണത്തിന് വേണ്ടി പള്ളിയിൽ കയറുമ്പം എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എനിക്ക് കാണാന്മാരെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഭയങ്കര പ്രശ്നം. എനിക്കിതിന്ന് ഇറങ്ങി പോകാനും പറ്റത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അത് താഴെ അവിടെ എന്താ ഓഡിറ്റോറിയത്തിൽ എന്താ നടക്കുന്നത് എനിക്കറിയത്തില്ല. ഒന്നുമില്ല, കാര്യം നടക്കണം. ഇവർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഞാൻ 300 പേരെയാണ് ആകെ ക്ഷണിച്ചേക്കുന്നത്. അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും എല്ലാം കൂടെ നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ 250 അത് 300 ആക്കി. പിന്നെ ഈ കുക്ക് നമ്മുടെ നമുക്കൊരു കസിൻ ആയതുകൊണ്ട് പുള്ളി 350 പേർക്കുള്ള ഭക്ഷണമാക്കി. അങ്ങനെ ഈ കെട്ട് കഴിയുന്നതും ഞാൻ ഇതൊന്നും അല്ല നോക്കുന്നത്, എന്താണ് പ്രശ്നം, കാര്യം പറ. ഒന്നുമില്ല, താഴെ നിൽക്കാൻ സ്ഥലമില്ല. ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് മുഴുവൻ ഒരു മെഗാ ഷോയുടെ ആൾക്കാർ ഈ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി നാട് മുഴുവൻ ഇളകിയേക്കുക. കലാഭവൻ മണി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അബൂ സലീം ക, അങ്ങനെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ മുഴുവൻ കുറേ പേര് അങ്ങനെ. അപ്പം ഞാൻ അവിടെ ഒരു പ്രോഗ്രാം ചെറുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണ ഫംഗ്ഷനിൽ 2 പാട്ടൊക്കെ പാടിട്ട് നടത്തും. ഞാൻ കെട്ട് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പം ഈ ക്രൗഡില്ലേ, നമ്മൾ ഈ ഗസ്റ്റിനെ കാണാൻ വേണ്ടി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ അപ്പുറ സൈഡിൽ ഇപ്പുറ സൈഡിൽ ആൾ നിൽക്കില്ലേ, അവർ നമ്മൾ വിളിച്ച ആൾക്കാർ, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബസ് നിറച്ച ആൾക്കാർ, ഈ നാട്ടുകാരും ഇങ്ങനെ നിൽക്കുകയാണ്. 1000-ത്തിനപ്പുറത്ത് ആളുണ്ട്. 1000 പേര് കൂട്ടിക്കും. 300 പേര്, 250 ഉദ്ദേശിച്ചു, അവരുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും. അത് 300 350 ഒരു ബാക്കി ക്രൗഡ് മുഴുവൻ. അങ്ങനെ ഈ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി നിൽക്കണം. മണിച്ചേട്ടൻ ഞാൻ വരാം റൂമിലിരുന്ന്, അവിടെ ഒരു ഹോട്ടലിലിരുന്ന് പറയും മണിച്ചേട്ടൻ ഇറക്കരുത്, മണിച്ചേട്ടൻ ഇറക്കി മൊത്തം പൊളിക്കും. എന്നിട്ട് ഞാൻ വന്നിട്ട് പിന്നെ മണിച്ചേട്ടൻ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടൻ റൂമിൽ തന്നെ ഇരിക്കും. അപ്പോൾ മണിച്ചേട്ടൻ ഇറങ്ങരുത് കേട്ടോ, ഞാൻ വരരുത് അങ്ങോട്ട്, ഞാനൊന്ന് പോട്ടെ ആദ്യം. എന്നിട്ട് ഞാൻ ഇറങ്ങുന്ന സമയം നോക്കി മണിച്ചേട്ടൻ അബൂക്ക് എല്ലാവരും കൂടെ റൂമിൽ നിന്ന് ഒന്നിച്ച്, പള്ളിയുടെ മുമ്പിൽ തന്നെ ഹോട്ടൽ, ഒന്നിച്ചിറങ്ങി നടന്നങ്ങ് പോകാനുള്ള ദൂരമുള്ളൂ ഓടിയോടത്തില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പം പൊന്നി ക്രൗഡ് നിൽക്കുകയാണ്. എന്നെ ആർക്കും വേണ്ട, കല്യാണച്ചക്കനില്ല, മണിച്ചേട്ടനെ സ്വീകരിക്കുന്നത്. അങ്ങനെ മണിച്ചേട്ടനെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറ്റി. അപ്പോൾ ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നത്, ഈ ചെറുക്കനും പെണ്ണും ഓഡിറ്റോറിയത്തിൽ വരുന്നതിന് മുമ്പ് ഒരു പന്തി ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഈ ഒരു പന്തി തന്നെ പരിപാടി പൊട്ടി. കാരണം ആരാ വരുന്നിരിക്കുന്ന, ആരോട് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. വന്ന ആൾക്കാരിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ വിളിച്ചവരാരാ വിളിക്കാത്തവരാരാ നാട്ടിൻപുറമാണ്, എഴുന്നേക്കൊന്നും പറയാൻ പറ്റില്ല. എന്നോട് ഈ ഫുഡിൻ്റെ ആൾ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു സെക്ഷനിൽ തന്നെ പണി പാളിയിട്ടുണ്ട്, ഇനി എത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ടെൻഷനായി. ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട ചേട്ടൻ, ഇപ്പം പോകുന്നങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, മണിച്ചേട്ടൻ എന്താ പ്രശ്നം, പറഞ്ഞു ആൾക്കാർ കയ്യിൽ പോയി, ഭക്ഷണം കഴിക്കുന്ന ആരൊക്കെയോ കയറിയിരുന്ന് കഴിക്കുന്നുണ്ട്, നമുക്ക് അങ്ങനത്തെ ഇവിടെ നാട്ടിൻ പുറമായതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല, അറേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടുകാരും കുറച്ച് പേര് കഴിച്ചു, ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടുകാരിൽ നിന്ന് കുറച്ച് പേരും എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ വെയിറ്റിംഗ് ആണ്. ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ട കുറേ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന ആൾക്കാർ വരുന്നു, ഭയങ്കര ക്രൗഡാവുന്നു. എവിടുന്നൊക്കെയോ ആൾക്കാർ, എനിക്കറിയില്ലാത്ത കുറേ ആൾക്കാർ, ആർക്കും അറിയത്തില്ല, ആരോടൊന്നും ചോദിക്കാനുമില്ല, വരുന്നു, ഫോട്ടോ എടുക്കുന്നു, മണിച്ചേട്ടനോട് ഫോട്ടോ എടുക്കുന്നു, ഭയങ്കര ഇത്. അങ്ങനെ അപ്പോൾ ഈ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലും കഴിക്കാനുണ്ട് കൊള്ളു കൊടുത്തേക്കെന്ന് പറഞ്ഞു. പുള്ളി ഇനി ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ നടക്കില്ല, ഒരു കാര്യം ചെയ്യാം, വൈറ്റ് റൈസും ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ബിരിയാണിയൊക്കെ പൊട്ടി, എല്ലാം പോയി. വെറുതെ സാധാ ചോറ് വൈറ്റ് റൈസ് ഉണ്ടാക്കുക, കൊടുക്കുക, ചിക്കൻ കറി കഴിക്കുക, കൊടുക്കുക, അങ്ങനെയായി.
ഞങ്ങളൊക്കെ ചിക്കൻ്റെ ഗ്രേവി വിട്ടിട്ട് ചോറിൻ്റെ ആളാണ് ഞാനൊക്കെ. ഒന്നും പറയണ്ട. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, സെറ്റായി. ഇതിൻ്റെ ഒരു ഗുണം കിട്ടിയതോടെ അറിയും. മണിച്ചേട്ടൻ വന്നു, മണിച്ചേട്ടൻ കയറ്റി വിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ രാത്രി പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഒരു 6-7 മണിക്കൂർ ഓട്ടമുണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങളെ കയറ്റി വിട്ട് പാട്ടൊക്കെ പാടി കയറ്റി വിടുന്നു, ഇവർ പോകുന്നു. ഇവരെ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നത് ഇവിടെ എത്തി, അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇത് കഴിഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എറണാകുളത്തെ കല്യാണവും കഴിഞ്ഞ് എറണാകുളത്തെ ഫംഗ്ഷൻ അതിന് മണിച്ചേട്ടൻ എല്ലാവരും ഉണ്ട്. ആവശ്യം ഫുൾ ടീം ഉണ്ടായിരുന്നു, ജയസൂര്യ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്ന് ഞങ്ങളുടെ വീട്ടിൽ കയറുന്ന ഇതുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിൽ പോകണം. അപ്പോൾ ഞാൻ പഞ്ചായത്തിൽ ചെന്നു. അപ്പോൾ 1 മാസം എടുക്കും ഈ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വരണമെങ്കിൽ. അപ്പോൾ ഞാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, എടി രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങ് പോവാം, നിനക്കും പോവാം എനിക്കും പോവാം, അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല, അവൻ ഡ്യൂട്ടി ജോലിക്കും കയറണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പഞ്ചായത്തിൽ ചെന്നപ്പം ഇവരങ്ങോട്ട് ഭയങ്കര സ്വീകരണം. പഞ്ചായത്തും ഈ ഓഡിറ്റോറിയൊക്കെ അടുത്തടുത്താണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലഡു മേടിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ ലഡു മേടിച്ചു തരാം. ലഡു മേടിച്ചെന്ന് 1 മാസം കൊണ്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് അന്ന് ഒരു 2 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. എന്താ കാരണം വെച്ചാൽ അതിന് ഒറ്റ കാരണം മണിച്ചേട്ടനെ കാണാനൊരു ഭാഗ്യം ഉണ്ടാക്കി തന്നു. പഞ്ചായത്തിലുള്ള മുഴുവൻ ആൾക്കാർ വന്നു. പിന്നെ ബിരിയാണി കഴിച്ചു കേട്ടോ. ഇവരൊക്കെ വന്നാൽ കഴിച്ചത്, ആരോടെങ്കിലും പറയാൻ പറ്റാ കഴിച്ചു. അതുകൊണ്ടൊരു ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് ഒറ്റ ദിവസം കൊണ്ട് സാധനം അടിച്ചൊരു മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടി. അത് ഭയങ്കര ഗുണമായി. പിന്നെ വീണ്ടും ഞാൻ പോകേണ്ടിപ്പോണ്ട് പറഞ്ഞത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് കേട്ടോ. സ്നേഹത്തിൻ്റെ പുറത്ത് വന്നു കേട്ടോ. അതാണ് എൻ്റെ കല്യാണ കഥ, എൻ്റെ പൊന്നെ. പക്ഷെ ഇതൊരു ഭയങ്കര സംഭവമായിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വരുന്നു, ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ നാട് ഇളക്കി കളഞ്ഞു ചേട്ടാ. ഇപ്പോഴും ആളുകൾ കാണുമ്പോഴൊക്കെ പറയാറുണ്ടോ ആ ദിവസവും ആ ദിവസം അവർ കണ്ടേക്കുന്ന ഒരു സിനിമാ നടൻ എന്ന് പറയുന്നത് മണിച്ചേട്ടനാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. ആർക്കും അന്ന് ഈ ഷൂട്ടിങ് ഇല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലെ തുഷാരിയിൽ വെള്ളച്ചാട്ടത്തിലാണ് വന്നേക്കുന്നത്, ഭരണകൂടം എന്ന് പറഞ്ഞ ഇവിടുത്തെ റോബിൻ തിരുമല ചേട്ടനെ കൊണ്ടുവന്ന. പക്ഷെ അന്നൊക്കെ ഞാനൊക്കെ പോയി കണ്ടിട്ടുണ്ട്, സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട്. മറ്റുള്ളവർക്ക് സിനിമ എന്താണെന്ന് അറിയത്തില്ല, ഞാനൊക്കെ ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ജനം മുഴുവൻ കണ്ട ഒരു നടൻ എന്ന് പറയുന്നത് കലാഭവൻ മണിയാണ്. മണിച്ചേട്ടനാണെങ്കിൽ പാട്ട് പാടുക അവരുടെ കൂടെയാണല്ലോ. മണിച്ചേട്ടൻ സാധാരണക്കാരെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഒരു ഭയങ്കര ചരിത്രം തന്നെ. ഇപ്പോഴും പറയും, ഞാൻ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ചെല്ലാൻ കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ നമുക്ക് കഥകൾ കേൾക്കാനും ഉള്ളത്. അങ്ങനെ ഒരു കാലഘട്ടം കല്യാണം ഭയങ്കര സംഭവിപ്പോയി. എത്ര കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ, വർഷം പറയുകയാണെങ്കിൽ? ഞാൻ മരിക്കുന്നതിൻ്റെ തലേദിവസം എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ഞാൻ അന്ന് കണ്ണൂർ പോകുന്ന വഴിയാണ്. ഞാൻ കണ്ണൂർ വന്നപ്പോൾ തന്നെ ആൾ ആശുപത്രിയിലേക്ക് പോയി. അന്ന് പോകുന്ന അന്ന് വരെ മാർച്ച് 4 വരെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. 4-ാം തീയതി ഞാൻ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് പാടാം, അവിടെ എല്ലാവരും ഉണ്ട് പറഞ്ഞ്, ഇവിടെ സിനിമ അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, നീ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രീകണ്ഠൻ സാറിൻ്റെ ഒരു ഷോയ്ക്ക് ഫ്ലവേഴ്സിൽ വന്നിട്ട് ഒരു ഓഡിയോ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, സ്മാർട്ട് ഷോ, അതിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ പനമ്പള്ളിക്കാർ കയറി അവരെയൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഓടിക്കുന്ന പയ്യനുണ്ട് ചന്ദനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, എടാ നീ ചാലക്കുടിയിൽ ഇറങ്ങണം, നമുക്ക് ചാലക്കുടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാൻ വേണ്ടി ചെന്നം കണ്ടിട്ട് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അവളവിടെ വൈഫ് ഹൗസിലാണ്. അവിടെ എനിക്ക് വെളുപ്പിന് ചെല്ലേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇവൻ എന്താ വെച്ചാൽ ഇവന് അവളെ വിളിച്ചിട്ട് ഇവനോട് പറഞ്ഞു, എടാ അവിടെ നിന്ന് ഇറങ്ങണ്ട, ചേട്ടനെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകും, അവിടെ വന്നിട്ട് കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇറങ്ങിയിട്ട് പോകുള്ളൂ, ചേട്ടൻ വിളിച്ചാണ്, നമ്മൾ ചെന്നിട്ട് പോകാം. അത് മാർച്ച് 4. അങ്ങനെ പനമ്പള്ളിയാറ് കയറി കുറച്ച് കാലം അവരോട് കഴിഞ്ഞ് ഞാൻ വണ്ടിക്കകത്ത് കിടന്നുറങ്ങി. പനമ്പള്ളിയാറ് പോലെ ഞാൻ പറഞ്ഞു ചാലക്കുടി ഇറങ്ങിയിട്ട് പോകുള്ളൂ, അല്ല നീ മേടിക്കേണ്ട അടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി. ഇവൻ എന്ത് ചെയ്തു, ഇവള് വിളിച്ച സ്ഥിതിക്ക് ഇവൻ അവിടെ ഇറക്കിയില്ല. ഞങ്ങളുടെ നല്ല ഉറക്കം, 2 ദിവസം ഉറക്കമുണ്ടായിരുന്നു. സുഖമായിട്ട് ഇറങ്ങി. വെളുപ്പിനെ ഞാൻ കണ്ണൂരെത്തി. നീ ഒന്ന് ചാലക്കുടി നിർത്താണ്ടിരുന്നത്, ഒന്ന് പോയിക്കാടുന്നു ചാലക്കുടി ഇരുന്ന് ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കും, വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ജോബിച്ചേട്ടൻ്റെ കോൾ വരും. ജോബിച്ചേട്ടൻ്റെ കോൾ വന്നിട്ട് ഞാൻ ചെന്ന് ചോദിച്ചിട്ടാ നീ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ണൂർ. എടാ മണിച്ചേട്ടന് ഇത്തിരി സുഖമില്ലായ്മയുണ്ട്, ചിലപ്പോൾ ആശുപത്രി കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പുള്ളി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം ഉറങ്ങി എഴുന്നേറ്റ് 4 മണിക്ക് ഞങ്ങൾ അവിടെ 4 മണിക്ക് കുർബാന. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും എൻ്റെ ഫോൺ മറച്ചു മിസ് കോൾ, ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുക. 5-ാം തീയതി. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്, മണിച്ചേട്ടന് സീരിയസ് ആണ്, പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ന്യൂസ് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അപ്പം തന്നെ ജോയിച്ചേട്ടനെ വിളിച്ചപ്പോൾ എടാ സീരിയസ് ആണ്, ആശുപത്രിയിലാണ്, വരാൻ പറഞ്ഞത് അറിയുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും.